സാറേ ഇത് പണ്ടാരടങ്ങുന്നൊരു ഉറക്കാണ്. അങ്ങനത്തെ അല്ല ഉറക്ക. എപ്പോ നോക്കിയാലും ഉറക്ക്. സാറേ ഒരു ഷീട്ട് ഇറക്ക് സാറേ. ഇതെല്ലാം കൂടി തരികയാണ്. ഒരു ഷീട്ട് ഇറക്കാൻ പറഞ്ഞാല് സാറേ. അപ്പൊ പെരുമ്പാമ്പറക്ക് പെരുമ്പാമ്പറക്കല്ലേ? എന്നാലേ ഇത് എന്റെ ഗുലാന്റെ പീടിയാണ് കേട്ടാ. ഞാൻ ആസർക്ക് ആസിന്റെ പീടിയാ. പെരുമ്പാമ്പെന്താ ഇറക്കിയത്? ഞാൻ ഗുലാൻ. പിന്നെ അയ്യോ നമ്മളെ കളി കണ്ടോ? എന്താണോ ഇത്? ചീട്ട് പോലീസ് സ്റ്റേഷനിൽ ചീട്ടുകളിയാണ് ജോലിയല്ലേ? ഞാൻ കളിക്കുന്നില്ലെന്ന് ആവുന്നതും പറഞ്ഞതാ. അയ്യോ പറയുന്ന പറച്ചില് കേട്ടോ. വെറുതെ ഇരുന്നിട്ട് ഉറക്കം വരുന്നേ. വാ അപ്പൂട്ടെ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ പറച്ചില് കേട്ടോ സാറ്. കള്ളം, പച്ചക്കള്ളം. ആ മതി മതി. പോലീസുകാർക്കൊരു അന്തസ്സുണ്ട്, മനസ്സിലായി? അത് കളഞ്ഞു കൊടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എല്ലാം മനസ്സിലായി. വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് ഒരുപോലെ കൈക്കൂലി മേടിക്കുന്ന തനിക്കൊക്കെ എന്തോന്ന് അന്തസ്സോ? ആ വിഗ്രഹം കൊണ്ടുവന്നവരെ അവിടെ അകത്തുള്ളൂ സാർ. വിളിക്കണോ? പൗലോസേ അവരെയും കൊണ്ടുവരൂ. ഇങ്ങോട്ടേക്ക് വരടാ. മരികളെ ഇങ്ങോട്ട് നടക്കടാ. അങ്ങോട്ട് പറയില്ല. എടോ ഇവരെ സാക്ഷിപ്പട്ടിയിൽ ചേർത്ത് പറഞ്ഞേച്ചേ. അപ്പം മറ്റവരെയോ? അവരോടെ കിടക്കട്ടെ. ആളയക്കുമ്പോ വരണം. പൊയ്ക്കോ. നടന്നോ? മൺവെട്ടിയും കോടാലിയും കൊണ്ടാണോടാ ശകുനം വരുന്നേ? ഇത് പണിയായുധങ്ങളാ. ഇന്ന് പോകുന്ന വഴിക്ക് നല്ല വരശായിരിക്കും. ധാരാളം പലിശപ്പണവും പിരിഞ്ഞു കിട്ടും. കൊണ്ട് കളയടാ. തന്തയ്ക്ക് മുമ്പ് ഉണ്ടായവനെ. തന്തയ്ക്ക് മുമ്പ് മക്കളുണ്ടാവും. ഉണ്ടാവും, നിന്നെ പോലുള്ള മക്കളുണ്ടാകും. ഞാൻ കുറച്ച് പലിശക്കാശ് പിരിക്കാൻ ഇറങ്ങിയതാ. തൂമ്പായം കൊണ്ട് ശകുനം വന്ന വഴിക്ക് പോയാലേ നാട്ടുകാരെന്നെ എടുത്തിട്ട് കിളക്കി. എന്താടാ തപ്പി പിടിക്കുന്നേ? നീ എന്താടാ കൂടെ തപ്പി പിടിക്കുന്നേ? ഒരു ബെൽറ്റ് പഠിക്കാൻ എത്ര കാലമായി? നീ ആരാടാ മൺട്രോസ് ആയിപ്പോ ബെൽറ്റ് കെട്ടാൻ? ഇത് മതി. ഇത് പശുവിനെ കെട്ടുന്ന കയറല്ലേ? ഇതിന്റെ ബാക്കി എവിടെ? പശുവിന്റെ കഴുത്തിലുണ്ട്. എന്റെ ദൈവമേ. മുതലാളി ദേ വരുന്നു ശബരത്തിന് പറ്റിയ പാർട്ടി. ആരാടാ? എന്തിയടാ? പറഞ്ഞല്ലോ പട്ടാളം ഞാനായി. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇതിനെയൊക്കെ വേണം ശകനം കണ്ടോണ്ട് പോവാൻ. ഡേ നീ വാതിലും തുറന്നിട്ട് അയൽപക്കത്തെങ്ങാനും ചെന്നിരുന്ന് വായും പൊളിച്ച് വാതി ഓടിച്ചോണ്ടിരിക്കരുത്. ഭർത്താവേ ഇന്ന് വിരിയണേ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പരമ മാറി. കുറച്ച് വെള്ളം കുടിക്കുന്നോ? ഇത് വെള്ളം കുടിച്ചാലൊന്നും തീരുന്ന ദാഹമല്ല നാരായണ. സംഗതി ആ കുഴഞ്ഞല്ലോ. കയ്യിലുണ്ടായിരുന്ന വിഗ്രഹവും പോയി. ആ റൂട്ട് മാറ്റിക്കളാ. ആശാന്യ എങ്ങോട്ടാ? എനിക്കല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കൊള്ളാം. പറ്റിയ പ്രധാനമന്ത്രി വരെ ആകാം. സ്ഥാനമാനങ്ങളിലൊന്നും എനിക്ക് മോഹമില്ല. അതിരിക്കട്ടെ, ഏത് രാഷ്ട്രീയത്തിലാ നോട്ടം? അതെന്താ അങ്ങനെ? രാഷ്ട്രീയം പലതുണ്ടോ? ആശാനെ, ഇവിടെ എല്ലാ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പേരിലും ഓരോ പാർട്ടികളാ. ഓരോ നേതാക്കന്മാരുടെ പേരിലും ഓരോ പാർട്ടികളാ. ഞാൻ അല്പം സോഷ്യലിസം പഠിക്കാനാണ് വന്നത്. കൊള്ളാം. മുതലും മുടക്കണ്ട, ദേഹവും അനങ്ങണ്ട. രാഷ്ട്രീയത്തിലിറങ്ങാൻ എന്തൊക്കെ അടിസ്ഥാന യോഗ്യതകളാണ് വേണ്ടത്? തൊലിക്ക് നല്ല കട്ടി, നാക്കിന് നല്ല നീളവും. അതുണ്ടാക്കാൻ എന്താണ് വഴി? ഉണ്ടായിക്കോളൂ, തനിയെ ഉണ്ടായിക്കോളൂ. ആശാൻ ഇപ്പൊ സോഷ്യലിസം പഠിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ. വാ, അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഒന്ന് പിടിച്ചോളൂ നാരായണ.
അങ്ങോട്ട് കയറിയോ. അവിടെ രാത്രിയും പകലും ഒരുപോലെ സോഷ്യലിസം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഒരു പരിചയവുമില്ലാതെ. ഒരു പരിചയവും വേണ്ടെന്ന്. ഇതവിടെ ദക്ഷിണ കൊടുത്ത് അങ്ങോട്ട് കയറിക്കോ. ഇതിവിടെ ഇരിക്കട്ടെ, ഇതിന്റെ ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം. ചെല്ലേ. വരണം വരണം വരുന്നേ. ആളറിയാണ്ടിരിക്കാനായിരിക്കും വേഷം മാറി വന്നത്. ഇരിക്കണം. ഇതാണ് എന്റെ വേഷം. എന്താ ഇത്? ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവല്ലേ, ഈ ദക്ഷിണ അങ്ങോട്ട് സ്വീകരിക്കണം. ഇരിക്കണം. ഇരിക്കുന്നേ. എന്താ ഒരു താണക്കാരൻ വന്നിരിക്കുന്നു. നാരായണ. ആരാ നാരായണൻ? പുറത്ത് നിൽപ്പുണ്ട്. അയാൾ പിന്നെ വന്നോട്ടെ. ഇവിടെ പോലീസിന്റെ വലിയ ശല്യമാ. വേഗം പോകാം. നാരായണ. എന്ത് പണിയാ നാരായണൻ താനി കാണിച്ചത്? എന്താ, ഒന്നും നടന്നില്ലേ? എന്ത് നടക്കാൻ? അവളൊന്നും പഠിപ്പിച്ചില്ലേ? അതൊരു വേശ്യാലയമാണ് നാരായണൻ. ആശാനെ, അവിടെ മാത്രമേ യഥാർത്ഥ സോഷ്യലിസം ഉള്ളൂ. ജാതിയില്ല, മതമില്ല, പ്രായവ്യത്യാസമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. ഏതായാലും വലിയ ചതിയായിപ്പോയി നാരായണൻ. ഓടിക്കോ, ഓടിക്കോ. പോലീസിനെ കാണിക്കുമ്പോൾ നാരായണൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഓടിക്കോ. നിൽക്കൂ നാരായണ. എന്താടി, ഇന്നലെ നല്ല കോളായിരുന്നു തോന്നുന്നല്ലോ. കഥ കിടക്കാൻ പോലും നേരം കിട്ടിയില്ല അല്ലേ? നിന്റെ അഭിനയൊക്കെ കയ്യിലിരിക്കട്ടെ. എനിക്ക് തൊഴിലല്ല സാർ. എന്റെ ഭർത്താവ് തളർവാദം പിടിച്ച് കിടപ്പാണ്. ആ മനുഷ്യനും മരുന്നിനും ആഹാരത്തിനും വേണ്ടിയാണ് സാർ ഞാൻ എന്നെ തന്നെ വിറ്റത്. അതെല്ലാം കോടതി പറഞ്ഞാ മതി. ആ നടക്ക്. എല്ലാവരുമാരും ഇത് തന്നെ അടി പറയുന്നത്. ഒരു നടപ്പ് കണ്ടില്ലേ? നടപ്പ് ദോഷം കൊണ്ടല്ലേ നമ്മൾ അവളെ പിടിച്ചത്. നടക്കട്ടെ. നടക്കണേ. എന്താ ഒരു ബഹളം? ആരും ഇവിടെ കൂടി നിൽക്കരുത്. എല്ലാവരും വയ്ക്കോ, എല്ലാവരും വയ്ക്കോ. അരുത്, ഇവരെ കൊണ്ടുപോരുത്. നീ ആരടി ഇവരുടെ നേതാവ്? ഇവർക്ക് സംഘടനയും നേതാവും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ കാലുകുത്തില്ലായിരുന്നു. ഇല്ല, മാറില്ല. സാറേ, ഇവിടെ ആള് പെശക. ലോക്കപ്പിൽ വെച്ച് തൂങ്ങി മരിച്ച നക്സല് നീലാണ്ടന്റെ മോള. ഓഹോ, അപ്പൊ ഇവളും നക്സലാണല്ലേ? എന്നാ ഇവളെ കൂടെ പിടിച്ച് വണ്ടി കയറ്റ്. സാറാമേ, സാർ വരൂ. ഇവിടെ ഇവിടെ തന്നെ വരാനല്ലേ പറഞ്ഞത്? വിടാനാ പറഞ്ഞത്. അത് ശരി, നേതാവ് ഇവരെയും സംഘടിപ്പിച്ചോ? നിങ്ങൾ പോലീസൊക്കെ സംഘടിക്കാം. മറ്റൊന്നും വിൽക്കാനില്ലാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം ശരീരം പണയപ്പെടുന്ന ഇവർക്ക് സംഘടിച്ചൂടല്ലേ? ചുമ്മാതിക്കണോ? ഇല്ല, മാറില്ല. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇവിടുന്ന് ആരെയും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സ്വഭാവം മാറുന്നുണ്ടോ? നല്ല ഉഗ്രൻ stand. നല്ല
ചെല്ലു പോ. അയ്യോ, അയ്യോ, ഓടിക്കോ. ചുണക്കുട്ടൻ ആരാണ് ചെറുപ്പക്കാരൻ? ഒരു തൊഴിലാളി നേതാവാണ്, ഖാദർ. അയ്യോ, പോലീസ് വാന്റെ കാറ്റ് പോയി. പോലീസുകാർക്ക് ഓടുന്നുണ്ടല്ലോ. നിന്നാലേ അവരുടെ കാറ്റ് പോകും. ആ പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും ഒന്ന് വിളിക്കൂ നാരായണൻ, പരിചയപ്പെടാം. അവരുടെ വീടേ ഇവിടെ അടുത്ത, നമുക്ക് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാം. വാ, രണ്ടും നമ്മുടെ പാർട്ടി തന്നെ. വീണ വീണയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആശാനെ. വാ. ആദ്യം ചായയോടെ നടക്കട്ടെ. വാസ്തവത്തിൽ കൗസല്യക്കാണ് ചായ വാങ്ങി കൊടുക്കുന്നത്. ശരിയാണ്. കൗസല്യയുടെ തന്റെടം കൊണ്ട് 3-4 പാവപ്പെട്ട പെൺകുട്ടികൾ രക്ഷപ്പെട്ടല്ലോ. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലല്ലോ. പേര് നാരദൻ. സ്വല്പ രാഷ്ട്രീയം പഠിക്കാൻ ഇറങ്ങിയതാ. ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞാൽ നാറും. ഇതൊക്കെ പറയണെങ്കിലും രണ്ടുപേരും വലിയ രാഷ്ട്രീയക്കാരാ. ഞാൻ എന്റെ രാഷ്ട്രീയമൊക്കെ എന്നെ വെച്ച് കെട്ടി. അതെന്താ അങ്ങനെ? കൗസല്യയുടെ അച്ഛൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. നമ്പീശൻ സാർ നക്സലേറ്റ് ആയിരുന്നു. എന്റെ അച്ഛനെ പോലീസുകാർ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നു. ശവം കെട്ടിത്തൂക്കി കേസ് ആത്മഹത്യയാക്കി. എന്നിട്ട് ആരും പ്രതിഷേധിച്ചില്ലേ? നമ്പീശൻ സാർ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കൗസല്യ ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസം? മദ്രാസിൽ നിന്ന് വന്നിട്ട് താമസിക്കാൻ ഇടം കിട്ടിയില്ലായിരിക്കും. എനിക്ക് വീടെന്തിനാ? ലോകമേ തറവാടല്ലേ. ഇദ്ദേഹത്തിന് ഒരു വീട് വേണം. രാഷ്ട്രീയം പഠിക്കാൻ വന്നല്ലേ, ഇവിടെ തന്നെ കൂടിക്കോളൂ. ആ, പിന്നെ ഇദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ്. വീണ വായിക്കും, പാടും. കൗസല്യം വലിയൊരു കലാകാരിയാണ്. പാടും, നൃത്തം ചെയ്യും. ഗ്രഹനായിക ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതായാലും ഈ വേഷം ഉടനെ ഒന്ന് മാറ്റണം. ആദ്യമായി പേരൊന്ന് മാറ്റണം. നാരദൻകുട്ടി നായർ എന്നാക്കിള. അപ്പോ മറ്റു സമുദായക്കാർ എതിർക്കില്ലേ? എന്നാൽ നാരദൻകുട്ടി നഹ എന്നാക്കാം. അത്ര വലിയ സാഹസമൊന്നും വേണ്ട നാരായണ. നയനാരെന്നാക്കിയാലോ? ആദ്യം ഈ വേഷം ഒന്ന് മാറ്റണം. അത് ഞാനേറ്റു. നാരായണ എന്തോ? നാരായണ. ഇത് വലിയ മെനക്കേടായല്ലോ. എപ്പോ നോക്കിയാലും നാരായണ നാരായണ. ആദ്യം വിളിയൊന്ന് നിർത്ത്. എനിക്ക് ഇന്നൽപ്പം തിരക്കുള്ള ദിവസമാണ്. എന്നാ തിരക്കില്ലാത്തത്? ആ XMB മേനോന്റെ ഫാക്ടറിയിൽ സമരമാ. സമരമോ? ആ, അതെന്താ? ഫാക്ടറി പഠിക്കാൻ വന്നാ മതി, നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. കേട്ടെ? വരൂ, അകത്തേക്കിരിക്കാം. വീണ ഉടക്കല്ലേ? അതെ. ആര് ഇരിക്കണം. വേണ്ട. ഞങ്ങൾ ട്രേഡ് യൂണിയൻ നേതാക്കളെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. ഓ ശരി, നിന്ന് സംസാരിക്കാം. എന്താ വന്നത്? പോലീസിനെ കൊണ്ട് സമരം തല്ലി തകർക്കാനാണ് ഭാവം അല്ലേ? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ആരെങ്കിലും ഒരാൾ സംസാരിക്കണം. ഞങ്ങൾ സംയുക്ത സമരസമിതിക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കൂ. ആഹാ, വർഗബോധമുള്ള തൊഴിലാളികളാണ്. ആക്ഷേപിച്ചാൽ ഫലം അറിയും. എന്താണ് ഈ വർഗബോധം? വർഗസമരത്തെ കുറിച്ച് മഹാനായ മാർക്സ് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? എന്താണ് പറഞ്ഞത്? എന്ത് പറഞ്ഞെന്ന് പറയണം. ഒന്നും പറഞ്ഞില്ല അല്ലേ? കൂടെ കൂടെ കാലുമാറുന്ന നിങ്ങളെപ്പോലുള്ള ഭൂഷാസികളെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലത്. നമ്മൾ ഒരുമിച്ച് ഒരു പാർട്ടിയിൽ നിന്നപ്പോ തൊഴിലാളികൾക്ക് അവശതകളില്ല, പരാതികളില്ല. ഞാൻ പാർട്ടി മാറിയപ്പോ പ്രശ്നങ്ങളായി. അതാണ് രാഷ്ട്രീയം. ഇപ്പൊ ഇങ്ങനെയൊരു മിന്നൽ പണിമുടക്കിന് എന്താണ് കാരണം? ഞങ്ങളുടെ യൂണിയന് പണിമുടക്കാൻ അങ്ങനെ പ്രത്യേക കാരണമൊന്നും വേണ്ട. എപ്പോഴും മുടക്കും, എന്തിനു മുടക്കും, എങ്ങനെ മുടക്കും? പണിമുടക്കിന്റെ പേരിൽ ഫാക്ടറി കത്തിക്കുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? അടുത്ത നിങ്ങളുടെ ഈ മണിമാളുമായിരിക്കും കത്താൻ പോകുന്നത്. ഇത് കത്തിക്കാൻ വരുന്നവൻ ഇതിനകത്ത് കിടന്ന് കത്തും. ഓഹോ, എന്നാ കാണാം. ഒന്നിറങ്ങി പോണം. നിങ്ങൾ എന്താ നിൽക്കുന്നത്? അയാളങ്ങ് പോട്ടെ എന്ന് കരുതി നിന്നതാ. ഞങ്ങൾ ഇവിടെ പറയുന്ന പോലെ കേട്ടോളാം. ഉള്ളതിങ്ങി തന്നാ മതി. അതെ, ഞങ്ങളത് വീതിച്ചെടുത്തോളാം. ചോദിക്കുന്ന തുക തരാം. ആ ഖാദറിനെ നിങ്ങൾക്കൊന്ന് ഒതുക്കാമോ? അവൻ കള്ളു കുടിക്കില്ല, കൈക്കൂലി വാങ്ങില്ല. അവനൊരു കാമുകിയുണ്ട്, ആ നക്സലിന്റെ മകൾ കൗസല്യ. അവളെ കയ്യിലെടുത്താൽ അവൻ വീഴും.
ഇതങ്ങോട്ട് കൊടുത്തേ. നാരായണ നാരായണ. ആശാനെ ആദ്യം വിളി ഒന്ന് നിർത്തണ്ട ആശാനെ. പോയി പോയി. അയ്യോ പതുക്കെ. രണ്ടും കൂടി ഒരു കാലിട്ടല്ലോ, ഓരോ കാലിലിട്. ആ ഇങ്ങനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കണം. ഇതൊന്ന് പിടിക്കൂ. ആ ഇവിടെ ഇവിടെ ഇവിടെ. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷരം പോലെ ആയല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആളങ്ങ് മാറിപ്പോയല്ലോ. ചിരിക്കണ്ട. ശ്വാസം പിടിച്ചോ, ശ്വാസം പിടി. കൗസല്യേ, ആ അറുപ്പ് കത്തിഞ്ഞെടുത്ത് നമുക്ക് ആദ്യം ഈ പ്ലഗ് അങ്ങ് മുറിക്കാം. അയ്യോ വേണ്ട നാരായണൻ. ഈ വേഷത്തിൽ പുറത്തിറങ്ങിയാലേ കാണുന്നവർ കല്ലെറിയും. ശരിയാണ്. ആൾമാറാട്ടം വഞ്ചനയാണ് കൗസല്യേ. നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണ്ടേ? അതിന് ഈ വേഷം പറ്റില്ല. എന്ത് ബിസിനസിനാ പരിപാടി? സിനിമ ബിസിനസ്. എനിക്കൊരു അമിതാഭ് ബച്ചൻ ആവണം. അതിനാരെങ്കിലും വിളിക്കണ്ടേ? അതിനല്ലേ സ്വന്തമായിട്ട് ചിത്രം നിർമ്മിക്കുന്നത്. ദുരാഗ്രഹം ദഹിക്കാത്ത ഭക്ഷണം പോലെയാണ് നാരായണൻ. ഒരു ദഹനക്കുറവില്ല. ആശാൻ കണ്ടോ? ആദ്യം ഒരു അഡ്രസ് ഉണ്ടാക്കണം. തൽക്കാലം നമുക്ക് ഈ അഡ്രസ് തന്നെ ഉപയോഗിക്കാം. രാഷ്ട്രീയം പഠിക്കാൻ വന്ന ആളല്ലേ, ആദ്യം ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കണം. ശരിയാ, ഇവിടെ സകലതിനും റേഷൻ കാർഡാണ് ആധാരം. ഇങ്ങോട്ടിരുന്നേ ഇരി. കൗസല്യേ, ആ അറുപ്പത്തിഞ്ഞെടുത്ത് ഇന്ന് ഈ കുടുമി മുറിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നാരായണ